നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞ് നേരെ ലീവ് ചെയ്യാനില്ല. സ്കൂൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ഉച്ചവരെ ഉണ്ടാവും. അപ്പം എക്സാം ഒരു 2 hours ആണ് എക്സാം എങ്കിൽ എക്സാമിൻ്റെ 1 hour മുമ്പ് കുട്ടിക്ക് റിവിഷൻ ടൈമും എക്സാം കഴിഞ്ഞ് 1 hour കുട്ടിക്ക് ഫ്രീ അവേഴ്സും ആണ്. അപ്പം നമുക്ക് ആ 1 hour ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കറക്ഷനും മാർക്ക് എൻട്രിക്കൊക്കെ മാറിയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈഡ് ക്ലാസ്സിലേക്ക് ഡ്യൂട്ടി ഉണ്ടാവും കേട്ടോ. ഇന്ന് സ്കൂളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, സിസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, സിസ്റ്ററും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കാലം ഇങ്ങോട്ട് വന്നിട്ട് ആരും ഇല്ലാണ്ട് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ അവരൊക്കെ വരും എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ. അപ്പോൾ അവരുടെ കൂടെ പിന്നെ എൻ്റെ ഒപ്പമുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഒരു അറബിക് റെസ്റ്റോറൻറ്റില്ല. അതിൻ്റെ അവിടുത്തെ ആംബിയൻസും ഇൻറ്റീരിയേഴ്സും ഡെക്കോറൊക്കെ കണ്ടിട്ട് ഭയങ്കര രസം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ മന്തി ഉണ്ടാക്കലില്ല കേട്ടോ. എനിക്ക് പിന്നെ മന്തി ഉണ്ടാക്കാൻ അറിയാത്ത പോലെയാണ് എൻ്റെ ഒരു സ്വഭാവം. ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് ഇവിടുത്തെ അറബിക് റെസ്റ്റോറൻറ്റ് പോയാൽ മെയിൻ ഇൻറ്റൻഷൻ അറബിക് മന്തി കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ 2 മട്ടൻ മന്തിയും 1 ചിക്കൻ മന്തി ആയിരിക്കും കുട്ടികൾ കഴിക്കുക. അപ്പോൾ 2 മട്ടൻ മന്തിയും 1 ചിക്കൻ മന്തിയും ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി.